ഓപ്ഷൻ ട്രേഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിലപ്പെട്ട അറിവുകൾ പെട്ടെന്ന് പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ചാണ്. നിങ്ങൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നവരാണോ? ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരിൽ പ്രധാനമായും നഷ്ടം സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. അത് മാത്രമല്ല, ഓപ്ഷൻ ട്രേഡിംഗിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നവരുടെ പ്രധാന ഗുണങ്ങളും, പിന്നെ ഓപ്ഷൻ ഗ്രീക്സ് എന്താണ്, അതിന്റെ പ്രാക്ടിക്കൽ യൂസ് എന്താണ്, ഇത് ഓപ്ഷൻ ട്രേഡിങ്ങുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നിവയെല്ലാം നമ്മളിന്ന് പഠിക്കും. ട്രേഡിംഗിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോണവരുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന്, ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. അതായത് സ്റ്റോക്ക് വില ഇപ്പൊ തന്നെ ഹൈ ആയിരിക്കും, പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കേറി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയാണ് ഈ ഡിസിഷൻ എടുക്കാനുള്ള കാരണം. ഒന്ന്. രണ്ട്, ഗ്രീഡ്, അത്യാഗ്രഹം. അതായത് ലാഭം കിട്ടിയാലും ബുക്ക് ചെയ്യാതിരിക്കുക, കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പം വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് അത്യാഗ്രഹം. ഇപ്പം ഇതാണ് മറ്റൊന്ന്. അടുത്തത് റോങ് എക്സ്പെക്ടേഷൻസ്, അതായത് തെറ്റായ പ്രതീക്ഷകൾ, പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള തെറ്റായ പ്രതീക്ഷകൾ. ഓപ്ഷൻ ട്രേഡിംഗ് ഒരു ചൂതാട്ടമല്ല, ഓപ്ഷൻ ട്രേഡിംഗ് ഒരു ബിസിനസ് ആണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ഉപേക്ഷിക്കുക. അടുത്ത പണം നഷ്ടപ്പെട്ടു പോണ പ്രധാന കാര്യം അറിവില്ലായ്മ, ലാക്ക് ഓഫ് നോളജ്. അതായത് ഓപ്ഷൻ ട്രേഡിംഗിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. ഓപ്ഷൻ ഗ്രീക്സ്, ഓപ്പൺ ഇൻട്രസ്റ്റ്, വോളറ്റിലിറ്റി, കോൾ പുട്ട് റേഷ്യോ, IV പെർസെന്റൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. വിജയിക്കുന്ന ട്രേഡർമാരുടെ പ്രധാന ലക്ഷണങ്ങൾ നോക്കിയാൽ, ഒന്ന്, ഡിസിപ്ലിൻ, അതായത് കൃത്യമായിട്ടുള്ള ട്രേഡ് പ്ലാനും എൻട്രി എക്സിറ്റ് പോയിന്റുകൾ, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം, എവിടെ ടാർഗറ്റ് വയ്ക്കണം. അത് മാത്രമല്ല, ലാഭം കിട്ടിയാൽ അവർ കൃത്യസമയത്ത് ബുക്ക് ചെയ്യുന്നു. പിന്നെ അടുത്ത് പ്രധാനമായ ഒരു കാരണം നോളജ് ആൻഡ് ലേണിംഗ്, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കുകയും, അതായത് ഓപ്ഷൻ ഗ്രീക്സ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായും ഓപ്ഷൻ ഗ്രീക്സ് ഉപയോഗിച്ച് തന്ത്രപരമായി എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. ഓപ്ഷൻ ഗ്രീക്സ് എന്തുകൊണ്ട് പ്രധാനം? അതായത് ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വിലകൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് സ്റ്റോക്ക് പ്രൈസ്, ടൈം, വോളറ്റിലിറ്റി, ഇവയെല്ലാം. ഓപ്ഷൻ ഗ്രീക്സ് ഇവിടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നു. ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വിലകൾ എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ ഗ്രീക്സ് സഹായിക്കുന്നു. ഇതൊരു ഓപ്ഷൻ ട്രേഡറെ അന്ധമായി ട്രേഡ് എടുക്കുന്നതിൽ നിന്ന് തടയുകയും കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. വാട്ട് ഈസ് ഓപ്ഷൻ ഗ്രീക്സ്? എന്താണ് ഓപ്ഷൻ ഗ്രീക്സ്? ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വിലയെ, അതായത് ഓപ്ഷന്റെ പ്രീമിയത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് അളക്കാൻ സഹായിക്കുന്ന മെട്രിക്കുകളാണ് ഓപ്ഷൻ ഗ്രീക്സ്. പ്രധാനമായും 5 ഓപ്ഷൻ ഗ്രീക്സുകളാണുള്ളത്. ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ, RHO, ഇവയാണത്. അതായത് ഗണിതശാസ്ത്രപരമായ ഒരു കൂട്ടം അളവുകളാണ്. ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ റിസ്ക് മാനങ്ങൾ നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം റിസ്ക് ഉണ്ട്, ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് ഓപ്ഷൻ ഗ്രീക്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതിന്റെ അനലോഗി നോക്കാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വില, അതായത് പ്രീമിയം, ഒരു കാറിന്റെ സ്പീഡാണെന്ന് സങ്കല്പിക്കുക. അതായത് കാറിന്റെ സ്പീഡാണ് പ്രീമിയം എങ്കിൽ നമ്മളെ ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന അളവുകളാണ് ഓപ്ഷൻ ഗ്രീക്സ്. അതായത് സ്പീഡ്, എത്ര സ്പീഡുണ്ട്, പെട്രോൾ ഗേജ്, ഇനി എത്ര ഇന്ധനമുണ്ട്, ആക്സിലറേഷന്റെ സ്പീഡ്, RPM, ഇതേപോലത്തെ പലതരം അളവുകളാണ് ഓപ്ഷൻ ഗ്രീക്സ്. അതായത് ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വിലയായ ഓപ്ഷൻ പ്രീമിയത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളെ മെഷർ ചെയ്യുന്ന കുറച്ച് മാത്തമാറ്റിക്കൽ മെട്രിക്സുകളാണ് ഓപ്ഷൻ ഗ്രീക്സ്. ഓപ്ഷൻ ഗ്രീക്സുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് ഓപ്ഷൻ പ്രൈസിങ് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ബ്ലാക്ക് ഷെല്ലോസ് മോഡൽ, ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് എങ്ങനെയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്, അത് ആരാണ് കണ്ടെത്തിയത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ പ്രൈസിങ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ റൂൾസ്, അതിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് അത് മനസ്സിലാക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വാട്ട് ഈസ് ബ്ലാക്ക് ഷെല്ലോസ് മോഡൽ?
ബ്ലാക്ക് ഷെല്ലേഴ്സ് മോഡൽ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷനുകളുടെ, അതായത് എക്സ്പയറി ദിനത്തിന് ശേഷം മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ഓപ്ഷനുകളുടെ തിയററ്റിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ബ്ലാക്ക് ഷെല്ലേഴ്സ് മോഡൽ. അതായത് ഓപ്ഷനുകളുടെ വാല്യൂ മനസ്സിലാക്കാനും അപകട സാധ്യത അളക്കാനും ഹെഡ്ജിംഗ് തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഓപ്ഷൻ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ട്രേഡേഴ്സിന്റെയും കീ സ്റ്റോൺ ആണ് ഇത്. ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത് 3 എക്കണോമിസ്റ്റുമാർ, അതായത് ഫിഷർ ബ്ലാക്ക്, മൈറോൺ ഷെല്ലോസ്, റോബർട്ട് സി മെർട്ടിൻ 1973 ഒരു പ്രബന്ധം തയ്യാറാക്കി. അതായത് ദ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻസ് ആൻഡ് കോർപ്പറേറ്റ് ലയബിലിറ്റീസ് എന്ന അവരെ പ്രബന്ധത്തിൽ അവർ പബ്ലിഷ് ചെയ്ത പ്രൈസിംഗ് മോഡലാണ് ബ്ലാക്ക് ഷെല്ലേഴ്സ് മോഡൽ എന്ന് പറയപ്പെടുന്നത്. 1995 ബ്ലാക്ക് മരിച്ചെങ്കിലും ഷെല്ലോസിനും മൈറോണിനും 1997 നോബൽ മെമ്മോറിയൽ പ്രൈസ് എക്കണോമിക് സയൻസിൽ കിട്ടുകയും ചെയ്തു ഇവരുടെ ഈ പ്രവർത്തനത്തിന്. അപ്പോൾ ആ മോഡലാണ് ഓപ്ഷൻ കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ കോൺട്രാക്ടിന്റെ വിലയെ ബാധിക്കുന്ന പല ഘടകങ്ങളെ, അതായത് സ്ട്രൈക്ക് പ്രൈസ്, ടൈം, വോളറ്റൈലിറ്റി, ഇത്തരം ഘടകങ്ങളെല്ലാം സങ്കീർണമായ ഗണിതശാസ്ത്ര ഫോർമുലയിൽ ഉൾപ്പെടുത്തിയാണ് ഓപ്ഷൻ കോൺട്രാക്ടിന്റെ സൈദ്ധാന്തിക മൂല്യം നിർണ്ണയിക്കുന്നത്. ഈ മോഡൽ ഓപ്ഷന്റെ ഫെയർ പ്രൈസ്, അതായത് ന്യായമായ വില കണക്കാക്കുന്നുണ്ടെങ്കിലും ചില പരിമിതികളുണ്ട്. അതായത് വോളറ്റിലിറ്റി, ഇൻട്രസ്റ്റ് റേറ്റ് ഇവയൊന്നും സ്ഥിരമായ ഘടകങ്ങളല്ല. ഈ പരിമിതികൾ കാരണം ഓപ്ഷൻ ട്രേഡേഴ്സിന് ഓപ്ഷൻ വാങ്ങിയതിന് ശേഷം അതിന്റെ ഭാവിയിലെ വില കൃത്യമായി മനസ്സിലാക്കാൻ ബ്ലാക്ക് ഷെല്ലേഴ്സ് മോഡലുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല. അവിടെയാണ് ഓപ്ഷൻ ഗ്രീക്സിന്റെ പ്രാധാന്യം. അതായത് ബ്ലാക്ക് ഷെല്ലേഴ്സ് മോഡലിലുള്ള ഓരോ ഘടകങ്ങളുടെയും മാറ്റം ഗ്രീക്സ് ഓരോന്നും അളക്കുന്നു. അപ്പൊ നമുക്ക് കൃത്യമായി ഭാവിയിലെ ഓപ്ഷന്റെ വിലകളെ മെഷർ ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ള 5 ഓപ്ഷൻ ഗ്രീക്സുകളാണ് ഉള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. 1 ഡെൽറ്റ, 2 ഗാമ, 3 തീറ്റ, 4 വേഗ, 5 RHO. നമ്മൾ കാറിന്റെ സ്പീഡാണ് ഗ്രീക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ ഡയറക്ഷണൽ റിസ്ക്, അതായത് ഏത് ദിശയിലോട്ട് നീങ്ങുന്നു, അത് എത്ര സ്പീഡിൽ നീങ്ങുന്നു, അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഡെൽറ്റ. അപ്പൊ നമ്മളൊരു കാറിൽ ഒരു ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷനും സ്പീഡും നമുക്ക് കാണിച്ചു തരുന്നതാണ് ഡെൽറ്റ. ഒരു അണ്ടർലൈങ് അസറ്റിന്റെ നീക്കത്തിനനുസരിച്ച് ഓപ്ഷൻ പ്രൈസിംഗിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഡെൽറ്റ. ഗാമ, ഈ ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുന്നു, അത് എത്ര അളവിൽ കൊടുക്കുന്നു എന്ന് നമുക്ക് മെഷൂർ ചെയ്യുന്നതാണ് ഗാമ. അതായത് ഡെൽറ്റയുടെ അളവ് നിയന്ത്രിക്കുന്നത് ഗാമയാണ്. ഇപ്പൊ നമ്മൾ കാറിൽ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കുറച്ച് കാണുള്ളൂ. കുറച്ചുകൂടെ നമ്മൾ ബലത്തിൽ അമർത്തി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ആ അളവാണ് ഗാമ അളക്കുന്നത്. അതായത് ഡെൽറ്റയാണ് ഗാമ. തീറ്റ, അതായത് ടൈം ഡീക്കേ, ഒരു കോൺട്രാക്റ്റിന്റെ സമയശോഷണം നമുക്ക് കാണിച്ചു തരുന്നതാണ് തീറ്റ. ഇപ്പൊ ഒരു കാറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കാറിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട്. ഓരോ ദിവസം നമ്മൾ വണ്ടി ഓടുമ്പോഴും നമ്മളെ ഇന്ധനം കത്തി തീർന്നുകൊണ്ടേയിരിക്കും. ആ ഡെസ്റ്റിനേഷൻ ലൈൻ ആകുമ്പോൾ നമ്മളെ ടാങ്ക് ഫുള്ള് കാലിയാവും. അതുപോലെയാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ എക്സ്പയറി ഡേറ്റ്. ആ ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ പ്രീമിയത്തിന്റെ തുക മൊത്തവും നശിച്ച് തീരും. അതാണ് തീറ്റ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് തീറ്റ. വേഗ, അതിപ്പോ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് റോഡ് കണ്ടീഷൻ, കട്ടറാണോ, വളവും തിരിവുണ്ടോ, സ്പീഡിലുണ്ടാകുന്ന മാറ്റം, അത് വോളറ്റിലിറ്റി എന്ന് പറയും. ആ മാറ്റം അളക്കുന്ന ഗ്രീക്സ് ആണ് വേഗ. RHO എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യണ്ട. ഇതൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പ്രീമിയത്തിലുണ്ടാകുന്ന മാറ്റം, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ടുള്ള മാറ്റമാണ് RHO മെഷർ ചെയ്യുന്നത്. ഓപ്ഷൻ എന്നത് ഭാവിയിൽ ഒരു അസറ്റ് വാങ്ങാനോ വിൽക്കാനോ ഉള്ള അവകാശമാണ്. അപ്പോൾ ഭാവിയിൽ നമ്മളെ കൈമാറ്റം നടത്തുമ്പോൾ പണത്തിന്റെ സമയമൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂടുകയാണെങ്കിൽ പണത്തിന്റെ മൂല്യം കൂടും. അതാണ് RHO നമുക്ക് കാണിച്ചു തരുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ബാങ്കിലെ പലിശ നിരക്ക് മാറിയാൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റമാണ് RHO അളക്കുന്നത്. അതായത് ബാങ്കിലെ പലിശ നിരക്ക് മാറിക്കഴിഞ്ഞാൽ ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വിലകൾ കൂടുമോ കുറയുമോ, അല്ലെങ്കിൽ എത്രത്തോളം കൂടും എത്രത്തോളം കുറയും എന്ന് നമുക്ക് RHO നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. സാധാരണ RHO കൂടിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ വിലകൾ കൂടുകയും പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുകളുടെ വില കുറയുകയും ചെയ്യും. മറ്റ് ഗ്രീക്സുകളെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ, തീറ്റ, വേഗ, ഗാമ ഈ ഗ്രീക്സ് അത്ര പ്രധാനമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ നിരക്കുകൾ പെട്ടെന്ന് മാറുന്നതല്ല. 5 ഓപ്ഷൻ ഗ്രീക്സുകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു
നമുക്കിനി 1 by 1 ആയിട്ട് എന്താണ് ആ ഗ്രീക്സ്, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഡെൽറ്റ നമുക്ക് അണ്ടർലൈങ് അസറ്റിന്റെ നീക്കം, അതായത് ഇപ്പൊ 100 രൂപയാണ് ഒരു അണ്ടർലൈങ് അസറ്റിന്റെ വില, അതിൽ 101 രൂപ ആകുമ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഡെൽറ്റ. കൂടുമ്പോഴോ കുറയുമ്പോഴോ. അത് മാത്രമല്ല, ഇൻ ദ മണിയിൽ അവസാനിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും, ഡയറക്ഷണൽ റിസ്ക്, നമ്മൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഡയറക്ഷണൽ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഡെൽറ്റയാണ്. ഓപ്ഷൻ ഗ്രീക്സിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം മനസ്സിലാക്കേണ്ടതുമാണ് ഡെൽറ്റ. അപ്പൊ നമുക്ക് ഡെൽറ്റ നമുക്ക് ദിശാപരമായിട്ടുള്ള റിസ്ക് നമുക്ക് കാണിച്ചു തരും. ഞാൻ ഇതിനു മുമ്പേ ഒരു ഓപ്ഷൻ ബേസിക് ബൈയിങ് സെല്ലിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പേ ഓഫ് ചാർട്ടിൽ നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അവിടെ ഡെൽറ്റയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കോൺട്രാക്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, താഴോട്ട് പോയാൽ എത്ര നഷ്ടം സംഭവിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന പേ ഓഫ് ചാർട്ടിൽ ഡെൽറ്റയാണ്. അതായത് അണ്ടർലൈങ് അസറ്റിന്റെ നീക്കം നമുക്ക് കാണിച്ചു തരുന്നത് ഡെൽറ്റയാണ്. ഡെൽറ്റയ്ക്ക് ഒരു നിശ്ചിത റേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത റേഞ്ച് ഉണ്ട്. കോൾ ഓപ്ഷനുകൾക്ക് 0 മുതൽ 1 വരെയും പുട്ട് ഓപ്ഷനുകൾക്ക് 0 മുതൽ -1 വരെയുമാണ് റേഞ്ച്. അതായത് ഓപ്ഷൻ ചെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ 1 വരെയാണ് ഡെൽറ്റയുടെ റേഞ്ച്. അതുപോലെ മറിച്ച് പുട്ട് ഓപ്ഷനുകളാണെങ്കിൽ 0 മുതൽ -1 വരെയാണ്. പോസിറ്റീവ് ഡെൽറ്റയും ഉണ്ട്, നെഗറ്റീവ് ഡെൽറ്റയും ഉണ്ട്. അതായത് കോൾ ഓപ്ഷനുകൾക്ക് സ്റ്റോക്ക് പ്രൈസ്, അതായത് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് മുകളിലോട്ട് നീങ്ങുമ്പോൾ കോൾ ഓപ്ഷന്റെ പ്രൈസും വിലകൾ കൂടും. അതേപോലെ മറിച്ച് സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് കൂടുമ്പോൾ പുട്ട് ഓപ്ഷനുകൾക്ക് കോൺട്രാക്ടിന്റെ വിലകൾ കുറയുകയും ചെയ്യും. പോസിറ്റീവ് ഡെൽറ്റയും ഉണ്ട്, നെഗറ്റീവ് ഡെൽറ്റയും ഉണ്ട്. ഈ ഡെൽറ്റകൾക്ക് ഒരു റേഞ്ച് ഉണ്ട്. 0.10 ആകാം, 0.90 ആകാം, 0.30 ആകാം. പക്ഷേ ഒരിക്കലും കോൾ ഓപ്ഷൻ ഡെൽറ്റ 1 മുകളിലോട്ട് ആവില്ല. അതേപോലെ 0ക്ക് താഴെയും വരില്ല. അപ്പൊ നിശ്ചിത റേഞ്ച് ഉണ്ട് ഡെൽറ്റയ്ക്ക്. നെഗറ്റീവും പോസിറ്റീവും ഡെൽറ്റയും ഉണ്ട്. അതായത് അണ്ടർലൈങ് അസറ്റ് മുകളിലോട്ട് നീങ്ങുമ്പോൾ കോൾ ഓപ്ഷനുകൾക്ക് വില കൂടുകയും പുട്ട് ഓപ്ഷനുകൾക്ക് വില കുറയുകയും ചെയ്യും. അപ്പോ അതാണ് ഡെൽറ്റ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ്, അതായത് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് 2500 രൂപ. കോൾ ഓപ്ഷൻ ഡെൽറ്റ 0.60. സ്റ്റോക്ക് 1 രൂപ കൂടെയാണ്, അതായത് 2501 രൂപയാകുന്നു. അപ്പോൾ നമുക്ക് ഡെൽറ്റ വഴി നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റിലെ മാറ്റം അപ്രോക്സിമേറ്റ്ലി 60 പൈസയായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഡെൽറ്റ മെഷർ ചെയ്യുന്നത്. ഇനി ഈ ഡെൽറ്റ ITM, OTM, ATM ഈ വാല്യൂ 3 സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അതായത് അറ്റ് ദ മണി റേഞ്ചിൽ എപ്പോഴും സമാനമായിരിക്കും കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അതായത് കോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 0.50, അതായത് ഒരു ഏകദേശം പകുതി കണക്കിനായിരിക്കും ഒരു ഫിക്സ്ഡ് റേഞ്ച് ആയതുകൊണ്ട് അറ്റ് ദ മണിയിൽ. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ -0.50 ആയിരിക്കും. ഇൻ ദ മണി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ ഓപ്ഷന്റെ ഇൻ ദ മണി ആണെങ്കിൽ മാക്സിമം 1, അത് ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ. അതേപോലെ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ -1 ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ. അപ്പോ അറ്റ് ദ മണി റേഞ്ചിൽ കോൾ ഓപ്ഷന്റെ ഡെൽറ്റ ഒരു മിഡ് റേഞ്ച് ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണിയിൽ ഡെൽറ്റ വാല്യൂ വളരെ കുറവായിരിക്കും. അതായത് സ്റ്റോക്ക് പ്രൈസ് നീങ്ങിയാലും ഇതിലുള്ള ഓപ്ഷൻ വിലകളിലുള്ള നീക്കം കുറവായിരിക്കും. ഇൻ ദ മണി ഓപ്ഷൻസ്, അതായത് സ്റ്റോക്ക് പ്രൈസ് എങ്ങനെയാണോ നീങ്ങുന്നത് അതേ അളവിൽ നീങ്ങുന്ന പോയിന്റ് ആണ് ഇൻ ദ മണി ഓപ്ഷൻസ്. അതായത് പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും. അപ്പോൾ ഡെൽറ്റ വാല്യൂ അറ്റ് ദ മണിയിൽ മിഡ് റേഞ്ച് ആയിരിക്കും. ഇൻ ദ മണിയിൽ അതിന്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണിയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ വാല്യൂ മാറും. നമുക്ക് ഉദാഹരണത്തിന് ഒരു ഗ്രാഫ് നോക്കാം ഡെൽറ്റയുടെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഗ്രാഫ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിനകത്തുള്ളത് ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത് ഒന്ന് കോൾ ഓപ്ഷന്റെ ഡെൽറ്റയും ഒന്ന് പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റയാണ്. അതായത് കോൾ ഓപ്ഷന്റെ ഡെൽറ്റയാണ് 0 മുതൽ 1 വരെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റ താഴെ കൊടുത്തിട്ടുള്ളത് 0 മുതൽ -1 വരെ ഉള്ളത്. നീല ലൈനിൽ കൊടുത്തിട്ടുള്ളതാണ് കോൾ ഓപ്ഷന്റെ ഡെൽറ്റ. അതേപോലെ ചുമന്ന ലൈനിൽ കൊടുത്തിട്ടുള്ളതാണ് പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റ. അപ്പോൾ കൃത്യമായിട്ട് താഴെ നോക്കിയാൽ താഴത്തെ ലൈൻ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസിന്റെ നീക്കമാണ്. അവിടെ ATM ഓപ്ഷനുകളുണ്ട് അറ്റ് ദ മണി.
അതായത് നിലവിൽ അണ്ടർലൈങ് അസറ്റിന് സെയിം ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾക്ക് ഡെൽറ്റ വാല്യൂ എവിടെയായിരിക്കും? നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് നോക്കിയതാണ്, മിഡ് റേഞ്ച് ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഒരു മിഡ് റേഞ്ച് ആയിരിക്കും. ഇൻ ദ മണി എത്തുമ്പോൾ അതിന്റെ ഹൈ വാല്യൂ ആയിരിക്കും. അതേപോലെ ഔട്ട് ഓഫ് ദ മണിയിൽ ഡെൽറ്റയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. അതായത് അണ്ടർലൈങ് അസറ്റ് നീങ്ങിയാലും ഓപ്ഷൻ കോൺട്രാക്റ്റുകളുള്ള വില നീക്കത്തിന് പരിമിതമായ വിലയുടെ മാറ്റമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് നമുക്ക് ഈ ഗ്രീക്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഗ്രീക്സ് വെച്ച് ആ വിലയുടെ മാറ്റം ഔട്ട് ഓഫ് ദ മണിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഇൻ ദ മണിയിലാണ് കൂടുതൽ ഡെൽറ്റ വാല്യൂ ഉള്ളത്. അതാണ് ഈ ഗ്രാഫ് വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഗ്രാഫ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്ക് ഓപ്ഷൻ ചെയ്യുന്ന ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ ഉണ്ട്. അപ്പൊ ആ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ മണിയിലും ഇൻ ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിലും കോൾ ഓപ്ഷനുകൾക്ക് എങ്ങനെയാണ് ഡെൽറ്റ വാല്യൂ, പുട്ട് ഓപ്ഷനുകൾക്ക് എങ്ങനെയാണ് ഡെൽറ്റ വാല്യൂ. അപ്പോൾ നമുക്ക് ബൈ ചെയ്യുമ്പോൾ ഇൻ ദ മണി ചെയ്യണോ, അറ്റ് ദ മണി ചെയ്യണോ, ഔട്ട് ഓഫ് ദ മണി ചെയ്യണോ എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഗ്രീക്സ് പഠിക്കുമ്പോൾ കിട്ടും. ഗാമ ഡെൽറ്റയുടെ വാല്യൂ എത്രത്തോളം മാറുമെന്നാണ് നമുക്ക് ഗാമ കാണിച്ചു തരുന്നത്. അതായത് ഡെൽറ്റയുടെ ഡെൽറ്റയാണ് ഗാമ. അതായത് അണ്ടർലൈങ് അസറ്റ് 1 രൂപ മാറുമ്പോൾ ഡെൽറ്റയിൽ എത്ര മാറ്റം ഉണ്ടാക്കും എന്നാണ് നമുക്ക് ഗാമ കാണിച്ചു തരുന്നത്. ഇത് പെട്ടെന്നുള്ള നീക്കത്തിനുണ്ടാകുന്ന റിസ്ക് നമുക്ക് കാണിച്ചു തരും. അതായത് ഷോർട്ട് ടൈം ഓപ്ഷനുകൾക്കാണ് മെയിൻ ആയിട്ട് ഗാമ. അപ്പൊ ഗാമ ബ്ലാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ATM ഓപ്ഷനുകൾക്കാണ് ഏറ്റവും ഉയർന്ന ഗാമ നിരക്ക് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഗാമ ബ്ലാസ്റ്റ്, അതായത് ATM ഓപ്ഷനുകൾക്കാണ് ഹൈ ഗാമ നിരക്കുള്ളത്. ഗാമയ്ക്ക് നമ്മൾ നേരത്തെ ഡെൽറ്റ നോക്കിയതുപോലെ ഒരു നിശ്ചിത റേഞ്ച് ഇല്ല, ഒരു പരിധിയില്ല. ഗാമയുടെ കാൽക്കുലേഷൻ നോക്കാം, അപ്പം കുറച്ചുകൂടെ വ്യക്തമായ ധാരണ കിട്ടും. കോൾ ഓപ്ഷൻ ഡെൽറ്റ 0.50, കോൾ ഓപ്ഷൻ ഗാമ 0.5. സ്റ്റോക്ക് പ്രൈസ് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് 2500. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് 1 രൂപ റൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ 1 രൂപ മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ കാൾ ഓപ്ഷന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ 1 രൂപ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത് സാധ്യമായ ഡെൽറ്റ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.50 അധികം 0.5. അപ്പോൾ പുതിയ ഡെൽറ്റ നമുക്ക് 0.55 ആയിരിക്കും. അപ്പോൾ അടുത്ത് 1 രൂപ മാറുന്നെങ്കിൽ ആ ഡെൽറ്റയുടെ മാറ്റം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 55 പൈസ ആയിരിക്കാം. അതുപോലെ വീണ്ടും ചേഞ്ച് ആകുമ്പോൾ ഡെൽറ്റയിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഡെൽറ്റ മെഷൂർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. ഡെൽറ്റയുടെ ഡെൽറ്റയാണ് ഗാമ. അപ്പോൾ ഡെൽറ്റ എത്രത്തോളം നീങ്ങും എന്നാണ് ഗാമ നമുക്ക് കാണിച്ചു തരുന്നത്. ഗാമ എപ്പോഴും പോസിറ്റീവ് ആണ്, കോൾ ഓപ്ഷനുകൾക്കും പുട്ട് ഓപ്ഷനുകൾക്കും. അപ്പം ഓപ്ഷൻ വാങ്ങുന്നവർക്ക് അത് ബെനിഫിറ്റ് ആണ്. അത് മാത്രമല്ല ATM ഓപ്ഷനുകൾക്കാണ് ഏറ്റവും ഉയർന്ന ഗാമ നിരക്കുള്ളത്. ATMൽ നിന്ന് അറ്റ് ദ മണി ഓപ്ഷനുകളിൽ നിന്ന് ഇൻ ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ പ്രൈസ് നീങ്ങുമ്പോൾ ഗാമ നിരക്ക് കുറയുന്നു. അപ്പോൾ നമുക്കത് വിഷ്വൽ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദ മണി ഓപ്ഷനിൽ അതിന്റെ പീക്കിൽ നിൽക്കുകയാണ്. 2 സൈഡിലോട്ട് വിലകൾ നീങ്ങുമ്പോൾ ഗാമയുടെ വാല്യൂ കുറയും. അതാണ് ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. അറ്റ് ദ മണി ഓപ്ഷനുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹൈ സെൻസിറ്റീവ് ഉള്ളത്. ഇത് ഡെൽറ്റ എത്രത്തോളം മാറുമെന്നാണ് നമുക്ക് കാണിച്ചത്. അതായത് സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്സിലേറ്ററിന്റെ സ്പീഡ് എത്ര അളവിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഡെൽറ്റ ലിമിറ്റഡ് ആണ്, അതായത് ഒരു ഫിക്സഡ് റേഞ്ച് വരെ ഉള്ളൂ. അതായത് ഡെൽറ്റ ATM ഓപ്ഷനിൽ ഒരു മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അത് ഇൻ ദ മണിയിലോട്ട് പോയി കഴിയുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ കൂടും. അപ്പോൾ എത്ര പെട്ടെന്നാണ് ആ നീക്കം ഉണ്ടാകുന്നത്, ഇൻ ദ മണിയിലോട്ട് നീങ്ങുമ്പോൾ ആ ഡെൽറ്റയുടെ വാല്യൂ എത്ര സ്പീഡിൽ മാറാം എന്നാണ് ഗാമ മെഷൂർ ചെയ്യുന്നത്. അതായത് ആ ഇന്റൻസിറ്റിയുടെ അളവാണ് ഗാമ. അതായത് ഡെൽറ്റയുടെ ഡെൽറ്റയാണ് ഗാമ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ATM ഓപ്ഷനുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗാമ നിരക്കുള്ളത്. അപ്പൊ നമുക്കത് ഓപ്ഷൻ ബയ്യർമാർക്ക് പ്രയോജനകരമാണ്. അപ്പൊ ഷോർട്ട് ടൈം ബൈയിങ് ഒക്കെ നടക്കണമെങ്കിൽ കൂടുതലും അറ്റ് ദ മണിയിലായിരിക്കും ആ നീക്കത്തിനനുസരിച്ചുള്ള പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, എക്സ്പയറി ദിനം എത്തുന്നതിന് മുമ്പേ എത്രത്തോളം സമയശോഷണം കാരണം എത്ര പ്രീമിയത്തിൽ കുറവുണ്ടാകാം, ഓരോ ദിവസം കഴിയുമ്പോൾ എത്ര രൂപ നഷ്ടപ്പെടാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീറ്റ അല്ലെങ്കിൽ ടൈം ഡീക്കേയുടെ അളവാണ് തീറ്റ. അതായത് ഓപ്ഷൻ ബയ്യർമാർക്ക് ഓപ്ഷൻ കോൺട്രാക്ട് ഹോൾഡ് ചെയ്യുമ്പോൾ എത്രത്തോളം സമയ ശോഷണം കാരണം റിസ്ക് ഉണ്ട്. അതേപോലെ സെല്ലർ സൈഡ് ആണെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സാണ് ടൈം ഡീക്കേ. തീറ്റയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആണ്. അത് എക്സ്പയറിക്ക് എടുക്കുമ്പോൾ അതിന്റെ ഹൈ വാല്യൂ ആയിരിക്കും, അതിന്റെ സ്പീഡ് കൂടും. അതായത് പെട്ടെന്നായിരിക്കും വാല്യൂ കുറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല തീറ്റയുടെ ഏറ്റവും വാല്യൂ കൂടിയ പോയിന്റ് ഉള്ളത് അറ്റ് ദ മണി റേഞ്ചിലാണ്.
അറ്റ് ദ മണിയിലാണ് ടൈം വാല്യൂ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ഇൻ ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിൽ പോകുമ്പോൾ ടൈം വാല്യൂ വളരെ കുറവാണ് അവിടെ. അതായത് നമ്മൾ അവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് വളരെ കുറച്ച് എമൗണ്ട് ആയിരിക്കും ഔട്ട് ഓഫ് ദ മണിയിലുള്ളത്. അതേപോലെ അറ്റ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ടൈം വാല്യൂ ഉള്ളത് ഓപ്ഷൻ പ്രീമിയത്തിന്. അതേപോലെ ഇൻ ദ മണി പോയാൽ ഇൻട്രൻസിക് വാല്യൂ ആണ് കൂടുതലുള്ളത്. അപ്പോൾ അറ്റ് ദ മണിയിലാണ് തീറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. തീറ്റയുടെ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ വ്യക്തമായ ധാരണ കിട്ടും. കോൾ ഓപ്ഷൻ പ്രൈസ് 100 രൂപ, കോൾ ഓപ്ഷൻ തീറ്റ -5 രൂപ. സ്റ്റോക്ക് പ്രൈസും വോളറ്റിലിറ്റിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് സ്റ്റോക്ക് പ്രൈസും വോളറ്റിലിറ്റി ഒരു നിശ്ചിത പ്രൈസ് റേഞ്ചിലാണ് എങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പ്രീമിയത്തിൽ നിന്നുണ്ടാകുന്ന നഷ്ടസാധ്യത, ഇപ്പൊ 100 രൂപയാണ് പ്രീമിയത്തിന്റെ വിലയെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും 95 രൂപയാവും, തൊട്ടടുത്ത ദിവസം ആകുമ്പോൾ 90 രൂപയാകും. അതാണ് വാല്യൂ നമുക്ക് കാണിച്ചിരുന്നത്. ഓരോ ദിവസവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രീമിയത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തുകയുടെ അളവ്, അതാണ് ഡെൽറ്റ വാല്യൂ നമുക്ക് കാണിച്ചു തരുന്നത്. ഗ്രാഫ് നോക്കാം. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. ഹോറിസോണ്ടൽ ലൈനിൽ കൊടുത്തിട്ടുള്ളത് തീറ്റയുടെ മൂല്യമാണ്. അത് മുകളിൽ നിന്ന് താഴോട്ടാണ് കൊടുത്തിട്ടുള്ളത്, മൈനസ് സംഖ്യകളാണ്. അതുകൊണ്ട് അതായത് കണ്ട 0 മുകളിലും താഴോട്ട് മൈനസ് സംഖ്യകളുമാണ്. താഴെ വെർട്ടിക്കൽ ലൈനിൽ കൊടുത്തിട്ടുള്ളത് ഇനി എത്ര സമയം നമുക്ക് ബാക്കിയുണ്ട്, എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട്, അതാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് നോക്കേണ്ടത്. അതായത് ഇത് മൈനസ് ആയതുകൊണ്ട്. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഓരോ ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുത്തിട്ടുള്ള അങ്ങ് എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ ഡേറ്റ് സമയം നമുക്ക് 0 ആവുകയാണ്. ആ സാഹചര്യത്തിൽ എന്താണ്, ഓപ്ഷന്റെ തീറ്റയുടെ വാല്യൂം കൂടുതലാണ്. അപ്പൊ ഹൊറിസോണ്ടൽ നോക്കിയാൽ താഴോട്ട് നോക്കുമ്പോൾ മൈനസ് സംഖ്യകളാണ്, താഴോട്ടും -8 അങ്ങോട്ട്. അപ്പോൾ എക്സ്പയറിക്ക് അടുക്കും തോറും ടൈം ഡീക്കേയുടെ അളവ് കൂടും. അതാണ് നമുക്ക് ഈ ഗ്രാഫിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ആ ഗ്രീക്സിന്റെ ധാരണ കൃത്യമായിട്ട് കിട്ടും. അതായത് നമുക്ക് ഒരു ഓപ്ഷൻ കോൺട്രാക്ട് വാങ്ങിക്കഴിഞ്ഞാൽ എക്സ്പയറിക്ക് അടുക്കും തോറും അതിന്റെ ഇന്റൻസിറ്റി കൂടും. ആ സമയ ശോഷണം കാരണം ആ പ്രീമിയം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ അവിടെ കൂടും. അതാണ് നമുക്ക് ഈ ഗ്രാഫ് വ്യക്തമാക്കി തരുന്നത്. നമുക്ക് ഒരു ഗ്രാഫ് കൂടെ നോക്കാം. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് കാണിച്ചിട്ടുള്ളൂ. അതായത് എക്സ്പയറിക്ക് കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ ടൈം ഡീക്കേയുടെ അളവ് വളരെ പതുക്കെ മെല്ലെയാണ് സമയശോഷണം കാരണം നഷ്ടം സംഭവിക്കുന്നത്. അതേപോലെ ദിവസം കൂടുന്തോറും, അതായത് കുറച്ച് ദിവസങ്ങളെ ഇനി ഉള്ളൂ നഷ്ടപ്പെടാം, അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കൂടുതലായിരിക്കും. അവിടെയും ATM ഓപ്ഷനുകൾക്കാണ് ഏറ്റവും കൂടുതൽ തീറ്റ വാല്യൂ ഉള്ളത്. അതാണ് ഈ ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു സെല്ലർക്ക് ഫേവറബിൾ ആണ്. അതായത് സെല്ലർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഈ ടൈം ഡീക്കെ, അതായത് തീറ്റ കൊണ്ടുള്ള ലാഭമാണ് സെല്ലർക്ക് കിട്ടുന്നത്. ഇത് ബയ്യർക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ടൈം അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതാണ് തീറ്റ. വേഗ മാർക്കറ്റിലെ അസ്ഥിരതയുടെ അളവാണ് വേഗ മെഷർ ചെയ്യുന്നത്. അതായത് വോളറ്റിലിറ്റിയിൽ 1% 1% മാറ്റം ഉണ്ടാക്കുമ്പോൾ ഓപ്ഷൻ വിലകളിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാം എന്നാണ് വേഗ മെഷർ ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് വിലകളെ കണക്കിലെടുക്കാതെ മാർക്കറ്റിലെ വികാരത്തിലെ മാറ്റങ്ങൾ, അതായത് ഫിയർ, എക്സൈറ്റ്മെന്റ്, ഇത്തരത്തിലുള്ള ഫാക്ടറുകൾ എങ്ങനെ മാറുന്നു, അതായത് വോളറ്റിലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് വേഗ അളക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസിങ്ങിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാം. വേഗ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നോക്കുമ്പോൾ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, കാൽക്കുലേഷൻ ഒക്കെ സെയിം ആണ്. ഓക്കെ, കോൾ ഓപ്ഷൻ പ്രൈസ് 100 രൂപ, കോൾ ഓപ്ഷൻ വോളറ്റിലിറ്റി 20%, വേഗ 5 രൂപ. അതായത് വോളറ്റിലിറ്റിയിൽ 1% മാറ്റം ഉണ്ടാക്കുമ്പോൾ, അതായത് 20% നിന്ന് 21% നീങ്ങുമ്പോൾ ആ വോളറ്റിലിറ്റി കാരണം നമ്മളെ ഓപ്ഷൻ കോൺട്രാക്ട് മാറാനുള്ള സാധ്യത 5 രൂപയാണ്. അതായത് 1% വോളറ്റിലിറ്റി മാറുമ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വില 105 രൂപയാകും. അതേപോലെ വോളറ്റിലിറ്റിയിലുള്ള മാറ്റം 20% നിന്ന് 19% ആയിക്കഴിഞ്ഞാൽ വേഗ വാല്യൂ 5 ആണെങ്കിൽ ആ 1% മാറുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിൽ 5 രൂപ കുറയാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ധാരണ കിട്ടിക്കാണും. വേഗ ഒരു പോസിറ്റീവ് സംഖ്യയാണ്, എപ്പോഴും ബയ്യർക്ക് സപ്പോർട്ടീവ് ആണ്. അത് മാത്രമല്ല ATM ഓപ്ഷനുകൾക്കാണ് ഏറ്റവും കൂടുതൽ വേഗ വാല്യൂ ഉള്ളത്. അത് മാത്രമല്ല കാലഹരണപ്പെടാൻ ഒരുപാട് തീയതി ഉണ്ടെങ്കിൽ വേഗയുടെ വാല്യൂ ഹൈ ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും. ആ ഹോറിസോണ്ടൽ ലൈനിൽ കൊടുത്തിട്ടുള്ളത് വേഗയുടെ വാല്യൂ ആണ്, താഴ്ന്ന് മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ആണ്. ATM ഓപ്ഷനുകൾക്കാണ് ഹൈ വേഗ വാല്യൂ ഉള്ളത്. ഇത് ബയ്യർക്ക് സപ്പോർട്ടീവ് ആണ്, സെല്ലർ സൈഡ് സപ്പോർട്ടീവ് അല്ല വാല്യൂ. അപ്പോൾ ഹൈ
വാല്യൂ കാണിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൂടാൻ സാധ്യതയില്ലാത്ത സാധ്യതകളിൽ നമുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോളറ്റിലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് പ്രീമിയം നമുക്ക് പെട്ടെന്ന് പ്രീമിയം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രീക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജി സെലക്ട് ചെയ്യാനും, ഇപ്പോൾ സെല്ലിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ വാല്യൂസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ പ്രൈസിങ്ങിലുള്ള ഡീപ്പർ ലെവലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. വെറും സ്റ്റോക്ക് പ്രൈസിന്റെ നീക്കം കൊണ്ട് മാത്രമല്ല ഓപ്ഷൻ പ്രൈസ് നീങ്ങുന്നത്, അതിന് വേറെയും ഫാക്ടറുകളുണ്ട് എന്നുള്ള ധാരണ നമുക്ക് കിട്ടി. മൊത്തത്തിൽ നമുക്ക് ഓപ്ഷൻ പ്രൈസിങ്ങിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും ഉള്ള ക്ലിയർ ആയിട്ടുള്ള ധാരണ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഗ്രീക്സ് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് ഏത് മാർക്കറ്റ് കണ്ടീഷന് ഏത് സ്ട്രാറ്റജികൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ, ഏത് പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഓപ്ഷൻ പ്രൈസിങ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടി. പിന്നെ അടുത്ത് പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ, അതായത് നമുക്കിപ്പോൾ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നമുക്ക് ടൈം ഡീക്ക് എപ്പോൾ നമുക്ക് ഫേവറായിട്ട് പ്രവർത്തിക്കും, ഏത് സാഹചര്യത്തിൽ സെല്ല് ചെയ്യണം, അപ്പം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടാം എന്നിവയെല്ലാം നമുക്ക് ഈ ഓപ്ഷൻ ഗ്രീക്സ് പഠിച്ചതോടെ നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും ഏത് കണ്ടീഷനിലാണ് സെല്ല് ചെയ്യേണ്ടതെന്ന്. ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒബ്സ്ട്രീം സെൻസിബിളും നമുക്ക് അനലൈസ് ചെയ്യാൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രീക്സ് വെച്ച് ഇൻ ദ മണി ചെയ്യണോ, അറ്റ് ദ മണി ചെയ്യണോ, ഔട്ട് ഓഫ് ദ മണി ചെയ്യണോ, അത് സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ, ഏത് കോൺട്രാക്ട് ചെയ്യാം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ധാരണ നമുക്ക് ഓപ്ഷൻ ഗ്രീക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടി. ഈ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ്, ഡെൽറ്റ, തീറ്റ, ഗാമ, വേഗ എന്നിവയെല്ലാം ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ അടിസ്ഥാന ശിലകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവയെക്കുറിച്ചുള്ള അറിവ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിവേകമുള്ള തീരുമാനം എടുക്കാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ ഓപ്ഷൻ ഗ്രീക്സും ഓപ്ഷൻ പ്രൈസിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ നന്നായി അറിയാം. ഈ അറിവ് നിങ്ങളുടെ ഓപ്ഷൻ ട്രേഡിംഗ് യാത്രയിൽ ഒരു മുതൽക്കൂട്ടാകും എന്ന് ജെനുവിൻ ഹോപ്പ് എനിക്കുണ്ട്. ഇത് നമുക്കിത് റിലേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വോളറ്റിലിറ്റി, ഓപ്പൺ ഇൻട്രസ്റ്റ്, വോളിയം, കോൾ പുട്ട് റേഷ്യോ, IV പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഓപ്ഷൻ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഫണ്ടമെന്റൽ റിലേറ്റ് ചെയ്ത വീഡിയോ ആണ്. ഇത് മാത്രമല്ല, ഈ ചാനലിൽ പല പ്ലേലിസ്റ്റുകളിൽ, അതായത് ഓപ്ഷൻ സ്ട്രാറ്റജീസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ഫണ്ടമെന്റൽസ്, ട്രേഡിംഗ് സൈക്കോളജി, ഇങ്ങനെ പല പ്ലേലിസ്റ്റുകളുണ്ട്. കാണുന്നവരുണ്ടെങ്കിൽ ഒരു ഓർഡറിൽ കണ്ടുവന്നാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അറിവ് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ ഞാനിവിടെയുണ്ട്. കമന്റായിട്ട് ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ വിസ്മയിപ്പിക്കുന്ന പുതിയ വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.